ഏടാ നാളെ ന്യൂ ഇയർ ആട്ടോ, സാധനം മേടിക്കണ്ടേ? പിന്നെന്താ, നമുക്ക് നേരെ സാധനം മേടിക്കാൻ പോയാലോ? പിന്നെ ഞാനൊരാഴ്ച ലീവാട്ടാ. പിന്നെ ഞാനാ പണിക്കോണ്, ഞാൻ 2 ആഴ്ച ലീവാ. ഇത് വന്നേ. അയ്യോ പണി പറ്റിച്ച് ബാലമാഷ്. അയ്യോ രണ്ടാളുണ്ടല്ലോ, എന്താ പണിയൊന്നുമില്ലേ? പണിക്കിറങ്ങിയതാ മാഷേ. നാളെ ന്യൂ ഇയർ ആണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന് കുറച്ച് സാധനം കൂടിക്കുള്ള കാരണേ ഇന്ന് ലീവാക്കി. സാധനം എന്താന്ന് മനസ്സിലായി. എന്താടാ ഞാൻ പഠിപ്പിച്ചതിൽ നിങ്ങൾ രണ്ടാളും മാത്രമേ നേരെ ആവത്തുള്ളൂ. അല്ല മാഷെ, നിങ്ങളുണ്ട് വായോ. മാഷെ പോയിട്ട് കുറച്ച് അർജന്റ് ഉണ്ട്. നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. പുതുവർഷമാണ് വരാൻ പോണത്. നിങ്ങളെ ജീവിതത്തിൽ കുറച്ച് അടക്കും ചിട്ടയൊക്കെ വേണം. നിങ്ങൾ മദ്യപാനം നിർത്തണം, സ്ഥിരം പണിക്ക് പോകണം. 2026 മൊത്തത്തിലൊരു മാറ്റം വരുത്തണം. അല്ല മാഷ്, ഞങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളില്ലാത്തവരാരാ? ഞങ്ങളുടെ ഈ അടവുകളും പ്രശ്നങ്ങളൊക്കെ. അതാ ഞാൻ പറയണത്. നിങ്ങളെല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് പുതിയ മനുഷ്യന്മാരായിട്ട് നമുക്ക് പോകണം. മാഷി പറഞ്ഞത് ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ മാഷ് ഞങ്ങളെ സഹായിക്കണം. അതിനെന്താ, നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അതിപ്പോ മാഷേ, തിങ്കളാഴ്ച മുറ്റത്തെ മുല്ല, ചൊവ്വാഴ്ച ഇസാഫ്, ബുധനാഴ്ച വണ്ടറടവ്, വ്യാഴാഴ്ച മുത്തൂറ്റ്, വെള്ളിയാഴ്ച തമിഴൻ, ശനിയാഴ്ച യോഗക്ഷേമ. ഈ അടവൊക്കെ മാഷ് ഏറ്റെടുക്കണമെങ്കിൽ 2026 ഞങ്ങൾ നല്ല കുട്ടികളാവും. അതിപ്പോ ഞാൻ ഈ അടവുകളൊക്കെ അല്ല, ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് മാഷക്ക് കാണണ്ടേ? അതിപ്പോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല മാഷെ, പുതുവർഷം മാഷെ ഞങ്ങൾ നന്നായിക്കോണ്ടേ. മാഷെ ഞങ്ങളുടെ അടവേ മാഷ ഒരു ഉപദേശം. ആടോ കുറെ ആൾക്കാരുണ്ട്. പുതിയ വർഷം, പുതിയ മാറ്റങ്ങൾ. ഈ വർഷങ്ങളൊക്കെ തന്നെ മാറണുള്ളൂ, അല്ലാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും മാറാൻ പോണില്ല. അതന്നെ ഈ വന്ന് നമുക്ക് നമ്മുടെ പരിപാടി വെക്കാം. അല്ല പിന്നെ